അപ്പോഴേ കൂട്ടുകാരെ നമ്മുടെ ഷോർട്സിൽ ഒരു ചെറിയ അലമാരയുടെ അൺബോക്സിങ് നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് സമയം എടുക്കുമായിരിക്കും സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കാം. ഇത് ക്ലോത്ത് നമ്മൾ സെറ്റ് ചെയ്യും ഫ്രെയിം ഇവിടെ ഞാനിത് ഓർത്തതേ ഉള്ളൂ കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒന്നും കണ്ടില്ലല്ലോ ഒന്നും. ഇത് കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് അലമാരയായിട്ട് മാറുന്നത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ചെറിയ അലമാര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇതുപോലത്തെ കുറെ തുണിയുടെ ഷീറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരയിൽ ഇങ്ങനെ തട്ടായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ തട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഈ അലുമിനിയം ഈ കമ്പി ഉണ്ടല്ലോ, റോഡുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് വേറൊരെണ്ണം കൂടെ വേണം. അപ്പോൾ കാണിച്ചു തരാം. ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കപ്ലിങ്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്ത് ഇങ്ങനെ നിരത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു തട്ട് കഴിഞ്ഞല്ലേ? ഓക്കേ, ഒന്ന് കാണിക്കാമോ? അത് ഇതൊരു പണിയായി. കൂട്ടുകാരെ നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ചെറിയ ഈ അലമാര എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ തുണിയും ചെറിയ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് മൂടിയിടാം. കവറുണ്ട്, ഇനി അതും കൂടെ ചെയ്യാൻ പോവാ. അപ്പൊ ഇതാണ് നമ്മുടെ അലമാര. തുറക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് കൂട്ടുകാരെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു കേട്ടോ. 725 രൂപയായിട്ടുള്ളൂ. അതിന് വേറെന്താണ് ഇത്. അപ്പോഴേ കൂട്ടുകാരെ നമ്മുടെ അലമാര സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കവർ ഇട്ട് കഴിഞ്ഞപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇതുണ്ടോ, ഇതിന്റെ സൈഡിൽ ചെറിയ 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ഇപ്പൊ തന്നെ ഞാനിങ്ങനെ നമ്മുടെ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. മൈക്ക് ഞാൻ തന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുക ഉണ്ട്. അതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക.